ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാന്ന്. അപ്പൊ ഇപ്പൊ സമയം 10 മണിയായിട്ടുണ്ട്. ഞങ്ങള് 11 മണിക്ക് ഒരു അടിപൊളി മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ അമരനാണ് കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഒരു തോർത്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കരഞ്ഞു മരിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പുട്ടും ചെറുവാരും ഉണ്ട്. ബട്ട് എനിക്ക് പുട്ടും ചെറുവാരും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ല പഴം വാട്ടിയതാണ് കഴിക്കുന്നത്. ഇത് കഴിച്ച് എനിക്ക് വേണം ഗൈസ് മരുന്ന് കുടിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനമാണിത്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ചു തീർത്തിട്ട് ഡ്രസ്സ് മാറ്റാൻ പോവാം. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ പുട്ടി അടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അമരൻ കാണാൻ വേണ്ടി അവിടെ ക്യൂആർ കോഡ് സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് നോക്കിയാണ് തിയേറ്ററിന്റെ അകത്ത് പോയി സിനിമ കമോ. അപ്പൊ ഗൈസ്, നമ്മൾ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമ തുടങ്ങിയിട്ട് കാണാം. ഗൈസ്, നമ്മളിവിടെ ഈ ഒരു ചിപ്സ് വാങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇതാണവൻ. അടിപൊളി സിനിമ ഗൈസ്, അടിപൊളി സിനിമ. അടിപൊളി സിനിമ ഗൈസ്. കരഞ്ഞേറി കയറി കരച്ചിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഗൈസ്, അടിപൊളി അടിപൊളി സിനിമ തന്നെ പറയാൻ പറ്റും. ഒരു രക്ഷയില്ല. കാണാത്തവരെ എന്തായാലും കണ്ടുനോക്കണം. കരച്ചിലാണെങ്കിലും ലാസ്റ്റ് കുറച്ച് കരച്ചിലാണെങ്കിലും ബട്ട് ഇട്ടല്ലോ ഭയങ്കര ഹേർട്ട് ടച്ചിങ് മൂവി തന്നെയാണെന്ന് തന്നെ പറയാൻ പറ്റും. അടിപൊളി. ഞങ്ങൾ ഈ മൂവി കുറെ മുന്നേ കാണണമെന്ന് വിചാരിച്ചു ഇറങ്ങിയ സമയം തൊട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബട്ട് അച്ഛൻ ഇങ്ങനത്തെ കരീത മൂവീസ് ഒന്നും പറ്റൂല. ഇതൊക്കെ ഒരു ചെറിയൊരു സീൻ ഉണ്ടാൽ തന്നെ അച്ഛൻ അവിടെ ഒരു മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് അച്ഛൻ ഇത് ആ സിനിമക്ക് വന്നില്ല. അപ്പൊ ഇപ്പൊ ഞാനും അമ്മയും എൻ്റെ കസിൻ സിസ്റ്ററും കൂടിയിട്ടാണ് ഞങ്ങളിപ്പോ സിനിമക്ക് പോയത്. ഭയങ്കര പോലെ എനിക്ക് കരഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നില്ല. തിയേറ്ററിന് ഇറങ്ങി പോകുമ്പോ എല്ലാരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഒരു റിയൽ ഹീറോയിനും ആണ് നമ്മുടെ മുകുന്ദനും ഇന്ദു. ഒരു അടിപൊളി സിനിമ തന്നെയാട്ടോ അത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ബീഫ് മന്തിയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. മയോണീസ് ഉണ്ട്, നമ്മുടെ ബീഫിന്റെ റിബ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ കുക്കുമ്പർ ഉണ്ട്, പെപ്സി ഉണ്ട് ഗായ്സ്. പെപ്സി ഇല്ലാതെ എന്ത് മന്തി. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ച് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പൊ വൈകിട്ട് നമ്മൾ ഇരിങ്ങോൾ കാവില് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് എന്റെ ലുക്ക് വരുന്നത്. നമ്മൾ ഇരിങ്ങോൾ കാവിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോവാം. അപ്പൊ അവിടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കാട്ടിന്റെ അകത്താണ് അമ്പലം. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടത്തേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഇരിങ്ങോൾ കാവിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോവാം. അപ്പൊ ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ട് പോണെന്നാന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായി മനസ്സിലായില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോയി നോക്കാം. കാണാൻ തന്നെ ഭയങ്കര ഒരു തണുപ്പും ഭയങ്കര കാടിൻ്റെ ഉള്ളിലായിട്ട് തണുപ്പും ആ ഒരു അടിപൊളി വൈബാട്ടോ. അതെ, അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ആട്ടോ ഗൈസ് കാവ്. നമ്മളിപ്പോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കാടാട്ടോ. ഇനിയിപ്പോ നമ്മൾ കാടിന്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അമ്പലത്തിൽ വിളക്കെത്തിക്കാറുമ്പോ സമയമാകുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതായിരിക്കും.
വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഒന്ന് കണ്ടു നോക്കണം. ഇങ്ങോട്ടൊരു വഴി, അങ്ങോട്ടൊരു വഴി, സ്ട്രെയിറ്റിലേക്ക് ഒരു വഴി. എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനാണ് ഗൈസ്. അഥവാ വഴിയായിട്ടും തെറ്റിപ്പോയാലോ? എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിലേക്ക് കയറി പോകാം. കമോൺ ഗൈസ്, സമയം ഇപ്പം 4 മണി ആയിട്ടുള്ളൂ. പക്ഷെ കാണാണ്ടല്ലോ, ഭയങ്കര ഇരുടാണ്. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയ ഒരു അവസ്ഥയാണ് ഗൈസ് ഉള്ളത്. ഒന്നാമത് ഹീൽസും കൂടി ഇട്ടിട്ട് നടക്കുമ്പോൾ നല്ല സുഖമുണ്ട്. എപ്പോൾ വേണമെങ്കിൽ മൂക്ക് കുത്തി വീഴാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ്, ഇതൊരു ഫുൾ കാട്ടിലെ നടക്കുന്ന ഒരു അടിപൊളി വൈബാട്ടോ ഇവിടെ. അങ്ങോട്ടൊക്കെ ഭയങ്കര രസമാട്ടോ കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അവിടെയും കൂടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഗൈസ്. ഒരു സൗണ്ടോ ശബ്ദമോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ശാന്തതയായിട്ടൊരു കാം ആൻഡ് കൂൾ വൈബാണ് ഇവിടെ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ അമ്പലത്തിലൊന്ന് വന്ന് നോക്കണം. ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നടക്കാം. സമയം അത്രയൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 6 o'clock അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ ടൈം 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു നല്ലൊരു ബജ്ജി കിട്ടുന്ന കടയുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് നമുക്കിനി പോവാം. നമ്മളിവിടുന്ന് ചായ കുടിച്ചു. നല്ല കോളിഫ്ലവർ ബജ്ജിയും കാടമുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ കുടിച്ചതിൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഓട്ടോന് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ വന്നിട്ട് വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഗൈസ്, അമ്പലത്തിൽ പോയി വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഭയങ്കര ടയേർഡാണ്. ഒന്നാമത് സൺഡേ ആയിട്ട് 9 മണി 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീക്കും ചെയ്തു സിനിമയ്ക്ക് വേണ്ടി. ഭയങ്കര ടയേർഡാണ്, നല്ല ഉറക്കവും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനൊന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീച്ചു. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു 8 മണിയായപ്പോഴത്തേക്ക് എന്നെ നാളെ ടീപ്പുള്ള കാര്യം ഓർമ്മ വന്നു ഗൈസ്. പഠിച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടയേർഡാണ്. ആ ഒരു ഉറങ്ങിയത് വരുന്ന ആ ഒരു സമയത്ത് ഒരു ഞെട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ചാപ്റ്റർ ഫുള്ളുണ്ട്. അത് നമുക്കിനി പഠിച്ച് തീർക്കാം.
അപ്പോൾ അത് പഠിച്ചു കൊടുത്തിട്ട് നമുക്ക് കാണാം. പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് എന്തൊക്കെയോ വാരി വലിച്ച് തിന്നതുകൊണ്ട് തന്നെ തീരെ വിശപ്പില്ല. അപ്പൊ നല്ല പൊമോഗ്രനേറ്റ് ജ്യൂസും പിന്നെ അമ്മ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതും ഉണ്ട്. എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനുള്ളൊരു ശേഷി ഇല്ലാന്ന് തന്നെ പറയും. ഇപ്പൊ തന്നെ എന്തൊക്കെയോ തിന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് കിടന്നാ മതിയെന്ന്. ഇന്ന് ഇരുങ്ങോൽക്കാവ് അവിടെ പോയി ഭയങ്കര സെറ്റായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാടിന്റെ അകത്തൊക്കെ ആയിട്ട്. പിന്നെ ആ മൂവി ഉണ്ടല്ലോ, അവരെ മൂവി ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. ഇന്ന് പോയത് എനിക്കുണ്ടല്ലോ അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഉറങ്ങുമ്പോഴൊക്കെ ഇതിനെ പറ്റി ആലോചിച്ചിട്ട് തന്നെ ഉറങ്ങുന്നത്. പിന്നെ വെറുതെ ഇരിക്കും ഇതിനെ പറ്റി ആലോചിച്ചിട്ട് കരയാൻ തോന്നുന്നത്. എനിക്ക് ഭ്രാന്തായി ഒന്ന്. ഈ ഗ്ലാസ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഗ്ലാസ് ആണ് ഗൈസ്. ഇതിൽ തന്നെ വേണം എന്നാണ് ഞാൻ നിർബന്ധിച്ച് അമ്മേനെ കൊണ്ട് കഴുകിപ്പിച്ചെടുത്തതാണ് ഇന്ന്. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് നമ്മൾക്ക് നാളെ സ്കൂളുണ്ട്. അപ്പൊ കിടന്നുറങ്ങണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു എന്റെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.